ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിന് കൽക്കത്തയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്ലീനറി സമ്മേളനം ചേരുമ്പോഴാണ് ആ ദിവസങ്ങളിൽ തന്നെയാണ് കൽക്കത്തയിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. 1997 ഓഗസ്റ്റ് 8 മുതൽ 10 വരെയുള്ള തീയതികളിലാണ് കൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ സുഭാഷ് നഗറിൽ ഈ പ്ലീനറി സമ്മേളനം ചേരുന്നത്. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ സീതാറാം കേസരിയാണ് ജയിച്ചത്. ശരത് പവാർ, രാജേഷ് പൈലറ്റ് എന്നിവരുമായി നടന്ന മത്സരത്തിൽ വലിയ ഭൂരിപക്ഷം നേടി സീതാറാം കേസരി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൽക്കത്ത സമ്മേളനം, പ്ലീനറി സമ്മേളനം നടക്കുന്നത്. ഏതാണ്ട് ഇതേ സമയത്ത് പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിൽ അന്നത്തെ PCC പ്രസിഡൻ്റായ സോമൻ മിത്ര ഒരു ഭാഗത്തും മമതാ ബാനർജി മറുഭാഗത്തുമായി വലിയ ഒരു സംഘർഷം രൂപപ്പെട്ടു വരികയായിരുന്നു. അത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അവിടെ വാസ്തവത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നേയില്ല. അത് സോമൻ മിത്രയും കൂട്ടരും ആ തെരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ അട്ടിമറിച്ചു എന്ന് തന്നെ പറയാം. സോമൻ മിത്ര പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. നമ്മുടെ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ തലമുറയിൽപ്പെട്ട ഒരു കരുത്തുറ്റ നേതാവാണ് ഈ സോമൻ മിത്ര. അദ്ദേഹമാണ് പാർട്ടിയുടെ പ്രസിഡന്റ്, PCC പ്രസിഡന്റ്. പക്ഷേ അവിടെ ബൂത്ത് തലം മുതൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പകരം ഓരോ സ്ഥാനത്തേക്ക് ഓരോ ആളുകളെ ഇവർ സ്വയം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിയോഗിക്കുകയാണ് ചെയ്തത്. AC മുറികളിൽ ഇരുന്നുകൊണ്ട് സോമൻ മിത്രയും കൂട്ടരും തീരുമാനിക്കുന്ന ആളുകൾ ബൂത്ത് മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ സോമൻ മിത്രയ്ക്ക് എതിരായിട്ട് നിന്നിരുന്ന ഈ മമതാ ബാനർജിക്ക് ഒരാളെ പോലും ജയിപ്പിക്കുന്നതിന് സാധിച്ചില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടന്നേയില്ല. അന്ന് മുതൽ സോമൻ മിത്രയും മമതാ ബാനർജിയും തമ്മിലുള്ള ഈ സംഘർഷം വളരെ രൂക്ഷമായിട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താൻ വല്ലാതെ അവഗണിക്കപ്പെടുന്നുവെന്ന് മമതയ്ക്ക് തോന്നി. മമതയെന്ന് വളരെ സ്വാധീന ശക്തിയുള്ള ഒരു നേതാവാണ്. പശ്ചിമ ബംഗാളിലെ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് കൽക്കത്ത കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഈ അവഗണന സഹിക്കാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് മമതയെ കൊണ്ടെത്തിച്ചു. ഇതിനിടയ്ക്ക് കേസരി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള AICC അംഗങ്ങളിൽ 90% വോട്ടും സോമൻ മിത്രയുടെ സ്വാധീനത്തിൽ കേസരിക്കാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് കൽക്കത്തയിൽ നിന്ന് അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് കിട്ടിയൊരു വലിയ പിന്തുണയായിരുന്നു. അത് കേസരിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അദ്ദേഹം പ്രസിഡൻ്റ് ആയതിനു ശേഷം മമതാ ബാനർജി അദ്ദേഹത്തിനൊരു കത്തയച്ചു. എന്താണ് പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, AICC ഇടപെടണം, ഹൈക്കമാൻഡ് ഇടപെടണം എന്നാവശ്യപ്പെട്ടൊരു കത്തയച്ചു. പക്ഷേ കേസരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ സോമൻ മിത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അദ്ദേഹം ഒരു മറുപടി അയക്കാൻ പോലും തയ്യാറായില്ല. മുറിവേറ്റ ഒരു കടുവയെപ്പോലെ മാറിയ മമതാ ബാനർജി AICC നടക്കുന്ന ഓഗസ്റ്റ് 9 കൽക്കത്തയിൽ ഒരു വൻ റാലി സംഘടിപ്പിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. വെറുതെ പറഞ്ഞതല്ല. ജൂൺ 21 ഒരു സാമ്പിൾ റാലി നടത്തുകയും ചെയ്തു. ചെറിയ നോട്ടീസിൽ ആളുകളെ കൂട്ടാനൊന്നും സമയമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 21 ബ്രിഗേഡ് മൈതാനത്ത് അവർ നടത്തിയ റാലി ലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു വൻ വിജയമായിട്ട് മാറി. നേരത്തെ മമതയെ കേസരിയോ അല്ലെങ്കിൽ സോമൻ മിത്രയോ ഒട്ടും ഗൗനിച്ചിരുന്നില്ലെങ്കിൽ ജൂൺ 21 റാലി കഴിഞ്ഞതോടെ കോൺഗ്രസ് നേതൃത്വം അങ്കലാപ്പിലായി. AICC വൈസ് പ്രസിഡൻ്റായ ജിതേന്ദ്ര പ്രസാദ, അഹമ്മദ് പട്ടേൽ, സന്തോഷ് മോഹൻ ദേവ് ഇവർ 3 പേര് മമതയെ കണ്ടു. ഒരു സന്ധി നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അവർ പറഞ്ഞത് മമതയുടെ റാലി 9-ാം തീയതി തന്നെ നടത്താം, അത് യൂത്ത് കോൺഗ്രസിൻ്റെ റാലിയാക്കി മാറ്റുക. ആ റാലിയിൽ AICC പ്രസിഡന്റ് സീതാറാം കേസരി സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ ആ നിർദ്ദേശം മമതയ്ക്കൊട്ടും സ്വീകാര്യമായിരുന്നില്ല. കാരണം ജൂൺ 21 റാലിയുടെ വൻ വിജയം അവരിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരുന്നത്. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ റാലിയുമായി മുന്നോട്ട് പോകും, എനിക്ക് എൻ്റെ റാലിയിൽ സീതാറാം കേസരി പ്രസംഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ഈ AICC റിപ്പോർട്ട് ചെയ്യാനായിട്ട് കൽക്കത്തയിലെത്തുമ്പോൾ ഈ ഒരു സംഘർഷമാണ് നഗരത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഈ ജൂബിലി സമ്മേളനത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരു പക്ഷേ
മമതയുടെ ബദൽ റാലിക്കായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ അന്ന് കൽക്കത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ AICC സമ്മേളനത്തിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമോ? എന്തായിരിക്കും മമതയുടെ റാലി? എന്തായിരിക്കും സോണിയാഗാന്ധിയുടെ ഈ AICC സമ്മേളനത്തിലെ റോള്? രണ്ട് പ്രധാന ആവശ്യങ്ങളാണ് മമതാ ബാനർജി കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വെച്ചിരുന്നത്. ഒന്ന്, സുമൻ മിത്രയുടെ നേതൃത്വത്തിലുള്ള PCC പിരിച്ചുവിടുക. മറ്റൊന്ന്, ഇടതുമുന്നണിക്കെതിരായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമരം ശക്തിപ്പെടുത്തുക. അവരുടെ ആരോപണം കോൺഗ്രസ് നേതൃത്വം ഇടതുമുന്നണി ഭരണ നേതൃത്വവും തമ്മിൽ എന്തോ ഒരു രഹസ്യ ധാരണയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ്. CPMനെതിരായിട്ടുള്ളൊരു ശക്തമായ ഒരു നിലപാടായിരുന്നു മമതാ ബാനർജി ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും അവരുടെ റാലിയുടെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ കൽക്കത്തയിലെത്തുന്നത്. കൽക്കത്തയിലെത്തിയതിൻ്റെ പിറ്റേന്ന് മമതാ ബാനർജിയെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ ആലിപ്പൂർ ജയിലുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ജയിലാണ്. ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളെ, നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറുകിലാക്കിയിരുന്ന ജയിലാണിത്. അതിൻ്റെ തൊട്ട് അടുത്തുകൂടിയാണ് ആദിഗംഗ നദി ഒഴുകുന്നത്. ഈ പുഴയുടെ ഇങ്ങേക്കരയിൽ കാലിഘട്ടിൽ ഹരീഷ് ചാറ്റർജി റോഡിലാണ് മമതാ ബാനർജിയുടെ വീട്. അതിനൊരു വീടൊന്ന് പറയാനൊന്നും സാധിക്കില്ല. ഏതാണ്ട് നമ്മുടെ തോട്ടങ്ങളിലെ ലായം പോലെ 3 വലിയ മുറികളുടെ ഒരു നിരയാണ്. മുമ്പിൽ വരാന്തയോടുകൂടിയ 3 മുറികൾ. ഈ ഓരോ മുറിയും ഏതാണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. അടുക്കളയും ശുചിമുറികളുമൊക്കെ ഉള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് സംവിധാനമാണെന്നാണ് നമ്മൾ പുറത്തു നിന്നാൽ മനസ്സിലാക്കുക. അതിലൊന്ന് മമതാ ബാനർജിയുടെയാണ്. മറ്റു 2 സഹോദരിമാരുടേതാണ്. ഈ രണ്ടാമത്തെ മുറി ഒരു സഹോദരിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗത്താണ് മമതാ ബാനർജിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ റാലിക്ക് വേണ്ടിയുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ മുൻവശത്ത് കുറേയേറെ ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ഷാമിയാന ഇട്ടിട്ടുണ്ട്. അവിടെ ധാരാളം പ്രവർത്തകർ വരുന്നു, പോകുന്നു, മമതയുമായി സംസാരിക്കുന്നു, റാലിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരു കോർഡ്ലെസ് ഫോൺ എപ്പോഴും കയ്യിലുണ്ട്. അതുമായിട്ട് ഇങ്ങനെ ഈ പന്തലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നേതാക്കളുമായി, പ്രവർത്തകരുമായിട്ടൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. മമത ധരിച്ചിരിക്കുന്ന ഒരു വളരെ സാധാരണ അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ ഒരു കൈത്തറി സാരിയാണ്. അതിന് പറ്റിയ ഒരു ബ്ലൗസ്, ഒപ്പം തന്നെ റബ്ബർ ചെരുപ്പാണ് അവർ ഇട്ടിരിക്കുന്നത്. അവർ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അപ്പോഴും അവരുടെ വസ്ത്രം ഏതാണ്ട് ഇതുതന്നെയായിരുന്നു. ആ പന്തലിലോ ആ വീട്ടിലോ കാണുന്ന ഒരു ആഡംബര വസ്തുവെന്നോ അല്ലെങ്കിൽ ആധുനിക വസ്തുവെന്നോ പറയാവുന്നത് ഈ ഒരു കോർഡ്ലെസ് ഫോൺ മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ വരുന്ന ആളുകൾ അവരോട് സംസാരിക്കുന്നു, നേതാക്കൾ വരുന്നു, പോകുന്നു. അപ്പോൾ ഇതൊരു വലിയ തിരക്കാണ്. ഞാൻ മമതയെ കാണാൻ ചെല്ലുന്നതിൻ്റെ 2ാമത്തെ ദിവസം 9-ാം തീയതി ഈ റാലി നടക്കുകയാണ്. വലിയ തിരക്കായിരുന്നെങ്കിലും അല്പനേരം സംസാരിക്കാൻ അവർ സമ്മതിച്ചു. അവർ പറഞ്ഞത്, എൻ്റെ റാലി ഒരു ബദൽ റാലി അല്ല, യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ റാലിയാണ് 9-ാം തീയതി ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പോലുമില്ല. ഞാനത് സംബന്ധിച്ച് കേസരിജിക്ക് ഒരു കത്തയച്ചതാണ്. അതിനൊരു മറുപടി തരാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പകരം AC മുറികളിലിരുന്ന് അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ, അല്ലെങ്കിൽ സുമനമിത്രയ്ക്കും മറ്റും ഇഷ്ടമുള്ള ആളുകളെ ഓരോ പദവിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിയമിക്കുകയായിരുന്നു. മത്സരം നടന്നിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ റാലിയുമായിട്ട് മുന്നോട്ട് പോകും. 10 മിനിറ്റോളം മമത മാതൃഭൂമിയുമായിട്ട് സംസാരിച്ചു. ഇതിനിടയ്ക്ക് ചെറിയ മൺകപ്പുകളിൽ നല്ല രുചികരമായ ചായ വന്നുകൊണ്ടേയിരുന്നു. ബ്രിഗേഡ് മൈതാനത്താണ് സാധാരണ ഇത്തരത്തിലുള്ള വൻകിട റാലികൾ സംഘടിപ്പിക്കുക. പക്ഷേ അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇടതുമുന്നണിയിലുണ്ടായിരുന്ന സ്വാധീനം കൊണ്ടാവാം ബ്രിഗേഡ് മൈതാനം അനുവദിച്ചു കൊടുത്തില്ല, മമതയുടെ റാലിക്ക് അനുവദിച്ചു കൊടുത്തില്ല. പകരം ബ്രിഗേഡ് മൈതാനത്തോട് ചേർന്ന് ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് സമീപം തയ്യാറാക്കിയ ഒരു താൽക്കാലിക വേദിയിലായിരുന്നു അവരുടെ പ്രസംഗം. ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ റാലി നടക്കുമ്പോഴാണ് സോണിയാഗാന്ധി AICC സമ്മേളന വേദിയിലേക്ക് വന്നത്. അവരവിടെ കാർ നിർത്തി മമതയുടെ റാലിയെ അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് സുഭാഷ് നഗറിൽ എത്തുന്നത്. അപ്പോൾ സുഭാഷ് നഗറിൽ പ്രധാന സമ്മേളനം, ഉദ്ഘാടന സമ്മേളനം, AICCയുടെ ഉദ്ഘാടന സമ്മേളനം നടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. വേദിയിലെ നേതാക്കളെല്ലാവരും ഉപവിഷ്ടരായി. സീതാറാം കേസരിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുന്നു. ആ സമയത്ത് സോണിയാഗാന്ധി പ്രധാന കവാടത്തിലൂടെ ഈ ഹാളിനുള്ളിലേക്ക് കടന്നു വന്നു. ഇപ്പോഴും ഓർക്കുന്നു, ഒരു ചന്ദന നിറത്തിലുള്ള സാരിയും മെറൂൺ ബ്ലൗസുമാണ് അവർ ധരിച്ചിരുന്നത്. വളരെ ആഹ്ലാദചിത്തയായിട്ടാണ് അവർ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നത്. അവർ വേദിയുടെ സമീപത്തേക്ക് ചെന്നു, പക്ഷേ വേദിയിലേക്ക് കയറിയില്ല. അതിന് താഴെ ഒരു കസേരയിൽ അവർ ഇരുന്നു. സോണിയാഗാന്ധിയെ കണ്ട പാടെ സദസ്സ് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഇളകിമറിയുകയാണ്. AICC അംഗങ്ങൾ മാത്രമല്ല, പ്രത്യേക ക്ഷണിതാക്കളും ഡെലിഗേറ്റുകളും അടങ്ങുന്ന ഒരു സദസ്സാണ്. ഒരു വലിയ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു സദസ്സാണ്. അവിടെ സോണിയാഗാന്ധിക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളികൾ, ആവേശപ്രകടനങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ, അതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയരുകയാണ്. വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കാൻ പോകുന്നു. അപ്പം സോണിയാഗാന്ധി വരുന്നത് കണ്ടപ്പോൾ കേസരി, കെ കരുണാകരൻ, PV നരസിംഹറാവു മുതലായ നേതാക്കളൊക്കെ എഴുന്നേറ്റ് നിന്ന് അവരെ അഭിവാദ്യം ചെയ്തു. പക്ഷെ അവർ വേദിയിലേക്ക് കടന്നില്ല. അപ്പോൾ സീതാറാം കേസരി ഒരു പൂച്ചെണ്ടുമായി താഴേക്ക് വന്നിട്ട് അത് സോണിയാഗാന്ധിക്ക് കൊടുത്തു. അവരോട് വേദിയിലേക്ക് വന്നിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അന്നേരവും അവർ വിനയപൂർവ്വം നിരസിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേസരിയുടെ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചു. പക്ഷേ തുടങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. സോണിയാഗാന്ധിയെ വേദിയിൽ ഇരുത്തിയതിന് ശേഷം മതി പ്രസിഡൻറ്റിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു വാക്കുപോലും സംസാരിക്കാൻ കേസരിക്ക് സാധിക്കുന്നില്ല. ശബ്ദം അടങ്ങുമ്പോൾ കേസരി സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും വളരെ ഉച്ചത്തിലുള്ള ആവശ്യം സോണിയാഗാന്ധിക്ക് വേണ്ടി സദസ്സിൽ നിന്ന് ഉയരും. ഏറ്റവും അവസാനം കേസരി വീണ്ടും താഴേക്കിറങ്ങി വന്ന് സോണിയാഗാന്ധിയെ സ്വീകരിച്ച് വേദിയിൽ കൊണ്ടിരുത്തിയതിന് ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. ഇവിടെ വച്ചാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം എടുക്കുന്നത്. 5 മിനിറ്റ് അവർ സംസാരിക്കുകയും ചെയ്തു. അവരുടെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം, എങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവൂ എന്നായിരുന്നു അന്ന് സോണിയാഗാന്ധി നടത്തിയ പ്രസംഗത്തിൻ്റെ രത്ന ചുരുക്കം. ഈ 2 സമ്മേളനങ്ങൾ, അതായത് കോൺഗ്രസിൻ്റെ ജൂബിലി സമ്മേളനമായിരുന്നു. അവിടെയാണ് സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് നേതൃത്വത്തിലേക്കുള്ള സിംഹാസനാരോഹണം നടക്കുന്നത്. തൊട്ടപ്പുറത്ത് ഏതാണ്ട് മീറ്ററുകൾ അകലെ, അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അകലെ, ബ്രിഗേഡ് മൈതാനത്തിനടുത്തായിട്ട് മമതാ ബാനർജിയുടെ പുതിയ പാർട്ടിയുടെ രൂപവൽക്കരണം. അവിടെ വച്ചാണ് നമ്മളൊരു പുതിയ പാർട്ടി രൂപവൽക്കരിക്കുകയാണ് എന്ന് മമതാ ബാനർജി ആദ്യം പ്രഖ്യാപിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന് അതിന് പേരുമിട്ടു. പക്ഷേ അതിൻ്റെ ഔപചാരികമായ സ്ഥാപനം പിന്നീടാണ് നടന്നത്. പക്ഷേ അവിടെ വെച്ച് ഒരു പുതിയ പാർട്ടിയുടെ തറക്കല്ലിട്ടു മമതാ ബാനർജി. മമതാ ബാനർജി പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ സിംഹാസനത്തിലേക്കുള്ള ആരോഹണമാണ് അവിടെ വെച്ച് നടന്നത്. ഈ 9-ാം തീയതി, ഓഗസ്റ്റ് 9, 2 നേതാക്കളുടെ ഉദയമാണ് കൽക്കത്തയിലെ തൊട്ടടുത്ത 2 വേദികളിലായിട്ട് കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി സമ്മേളനമായിരുന്നു. അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ചേർന്ന പ്ലീനറി സമ്മേളനമാണ്. അതിൽ കെ കരുണാകരനാണ് സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത്. അന്ന് കേരളത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് 4-5 പ്രതിനിധികൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഒന്ന് കരുണാകരൻ, മറ്റൊന്ന് PC ചാക്കോ, മറ്റൊന്ന് വയലാർ രവി, രമേശ് ചെന്നിത്തലയുണ്ട്. ഈ 4-5 ഔദ്യോഗിക ഡെലിഗേറ്റുകൾ അല്ലെ AICC അംഗങ്ങൾ മാത്രമാണുള്ളത്. കാരണം കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല, പൂർത്തിയായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് AICC അംഗങ്ങൾ ഉണ്ടായില്ല. ഇവർ കരുണാകരൻ
രമേശ് ചെന്നിത്തലയൊക്കെ വന്നത് മറ്റു ചില മാനദണ്ഡങ്ങളുടെ പേരിലാണ്. അതായത് വയലാർ രവി KPC പ്രസിഡന്റ് എന്ന നിലയിൽ ഇങ്ങനെ മറ്റ് മാനദണ്ഡങ്ങളുടെ പേരിലാണ് 4-5 പേര് ഡെലിഗേറ്റുകളായിട്ട് വന്നത്. AK ആന്റണി വന്നിരുന്നില്ല, ഉമ്മൻചാണ്ടി വന്നിരുന്നില്ല. അവരാരുമില്ലാത്ത ഒരു AICC സമ്മേളനമായിരുന്നു ഇത്. സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് കരുണാകരനാണെന്ന് പറഞ്ഞല്ലോ. അതിമനോഹരമായ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. അതായത് ഇംഗ്ലീഷിൽ എഴുതി വായിച്ച പ്രസംഗമായിരുന്നു, ഒരു എക്സ്റ്റംബർ പ്രസംഗമായിരുന്നു. ഇത്ര മനോഹരമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെപ്പറ്റിയും കോൺഗ്രസ് വഹിച്ച പങ്കിനെപ്പറ്റിയും നടത്തിയ ഒരു പ്രസംഗം കരുണാകരൻ്റേതായിട്ട് ഇതുപോലൊരു പ്രസംഗം ഞാൻ നേരത്തെ കേട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പക്ഷേ ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് അല്പം മോഹാലസ്യപ്പെട്ടു. അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായി. അദ്ദേഹം താമസിച്ചിരുന്ന ഹിന്ദുസ്ഥാൻ ഹോട്ടലിലേക്ക് ഉടനെ തന്നെ അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിത് പറയാൻ കാരണം അന്ന് കരുണാകരനും വയലാർ രവിയും PC ചാക്കോയും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ സ്നേഹബന്ധമുണ്ട്. രവിയുമായിട്ടുള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നത് 1992 KPCC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട. അന്ന് ആൻ്റണിക്കെതിരായിട്ട് ആൻ്റണി ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനിയായ വയലാർ രവിയെ K കരുണാകരൻ സ്ഥാനാർത്ഥിയാക്കുകയും ജയിപ്പിക്കുകയും ചെയ്തു. ആൻ്റണി തോറ്റുപോയി. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഒരു നീണ്ട സംഘർഷത്തിൻ്റെ ഒരു തുടക്കം കൂടിയായിരുന്നു. അന്ന് ആരംഭിച്ച ഒരു കരുണാകരൻ വയലാർ സ്നേഹബന്ധം, അല്ലെങ്കിൽ PC ചാക്കോയും കരുണാകരനും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന് ഇടിവ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതില്ലാതാവുന്നത് ഈ കൽക്കത്ത സമ്മേളന വേദിയിലാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, K കരുണാകരന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കേസരിയുടെ ഔദ്യോഗിക പാനലിൽ ഉൾപ്പെടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കേസരി അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിൽ ഔദ്യോഗിക പാനലിനെതിരായിട്ട് മത്സരിക്കാവുന്നതേ ഉള്ളൂ. കരുണാകരന് വേണ്ടിയുള്ള ഒരു നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇത് അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത്. ഒരു പത്രിക തയ്യാറായിരുന്നു. രമേശും മത്സരിക്കാൻ ആരംഭിച്ചിരുന്നു. പത്രിക നൽകി, പിന്നീട് പിൻവലിക്കാനുണ്ടായത്. കരുണാകരൻ്റെ പത്രിക തയ്യാറാണ്, അത് കൊടുത്താൽ മാത്രം മതി. ഓസ്കാർ ഫെർണാണ്ടസ് ആണ് വരണാധികാരി, അഥവാ റിട്ടേണിംഗ് ഓഫീസർ. അദ്ദേഹത്തിനാണ് ഇത് കൊടുക്കേണ്ടത്. ഈ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച ദിവസം വൈകിട്ട് 5 മണിയാണ് പത്രിക നൽകുന്നതിനുള്ള അവസാന സമയം. ഈ പ്രസംഗം കഴിഞ്ഞുടനെ അദ്ദേഹം കരുണാകരൻ താമസിച്ചിരുന്ന ഹിന്ദുസ്ഥാൻ ഹോട്ടലിലേക്ക് പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ വേദിയുടെ പുറകിൽ ചാക്കോയും വയലാർ രവിയും മറ്റും നിന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാനുമുണ്ട്. ലീഡറുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ പത്രിക കൊടുക്കണമെന്നോ കൊടുക്കേണ്ടതെന്നോ കരുണാകരൻ പറഞ്ഞിട്ടുമില്ല. അവരുടനെ തന്നെ ഹിന്ദുസ്ഥാൻ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഞാനും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ്. അവിടെ ചെന്നപ്പോൾ K കരുണാകരൻ ഇവരോട് പറഞ്ഞതായിട്ട് ഇവരെന്നോട് പറഞ്ഞത്, ഞാൻ കേട്ടതല്ല, ഇവരെന്നോട് പറഞ്ഞത്, ഇത് ഓസ്കാർ ഫെർണാണ്ടസിൻ്റെ കയ്യിൽ കൊടുക്കണ്ട, അതായത് ഔദ്യോഗിക വരണാധികാരിയുടെ കയ്യിൽ ഈ പത്രിക കൊടുക്കണ്ട, നിങ്ങളിത് ഒന്നുകിൽ അഹമ്മദ് പട്ടേലിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ജിതേന്ദ്ര പ്രസാദിൻ്റെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ജിതേന്ദ്ര പ്രസാദയും അഹമ്മദ് പട്ടേലും ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട ആളാണ്, കേസരിയുടെ സ്വന്തം ആളുകളാണ്. ജിതേന്ദ്ര പ്രസാദ് വൈസ് പ്രസിഡൻറ്റും കൂടാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഈ പത്രിക കിട്ടിയാൽ കരുണാകരന് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുകയും ഒരുപക്ഷെ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക പാനലിൽ അദ്ദേഹത്തെ പെടുത്തുകയും ചെയ്തേക്കാം. അതായിരുന്നിരിക്കണം K കരുണാകരൻ ഉദ്ദേശിച്ചത്. അവരെ ഈ ഒരു നിർദ്ദേശവുമായി തിരിച്ച് സമ്മേളന സ്ഥലത്ത് വന്നു. അവർക്ക് ജിതേന്ദ്ര പ്രസാദിനെ കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അഹമ്മദ് പട്ടേലിനെ കണ്ട് പത്രിക കൊടുക്കാനും സാധിച്ചില്ല. അപ്പോൾ ഇവർക്കൊരു സന്ദേശം ലഭിക്കുന്നത്, ഇവരാരെയും കിട്ടുന്നില്ലെങ്കിൽ അത് ഗുലാം നബി ആസാദിനെ ഏൽപ്പിക്കാനായിട്ട് പറയുന്നു. ഗുലാം നബി ആസാദും ഉണ്ടായിരുന്നില്ല. ഇവരവസാനം ഓസ്കാർ ഫെർണാണ്ടസിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഈ പത്രിക സ്വീകരിക്കുന്നതിനുള്ള 5 മണിയൊക്കെ കഴിഞ്ഞു പോയിരുന്നു. ഇത്
കരുണാകരനും വയലാർ രവിയും കരുണാകരനും പി സി ചാക്കോയും തമ്മിലുള്ള ഒരു വിശ്വാസത്തിൽ ഒരു വലിയ തകർച്ചയാണ് അന്നുണ്ടാക്കിയത്. ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് വയലാർ രവി ഡൽഹിയിൽ പറഞ്ഞു, ഈ പത്രിക സമർപ്പിക്കാൻ കരുണാകരൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് തിരുവനന്തപുരത്ത് കരുണാകരൻ പറഞ്ഞത്, വയലാർ രവി പറഞ്ഞത് അസത്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അതോടെയാണ് ഇവരുടെ ഈ സൗഹൃദത്തിൽ അല്ലെങ്കിൽ അടുപ്പത്തിൽ വലിയ വിള്ളൽ വീണത്. അവർ അകന്നത് ഈ വർക്കിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ആൻ്റണി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തെ കേസരി വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, 1986 അന്ന് ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഐയിൽ ലയിക്കാൻ തീരുമാനിച്ചു. അതേസമയം കെ.പി. ഉണ്ണികൃഷ്ണനൊക്കെ അതിനെതിരായിരുന്നു. ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് എസിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഇത് പി സി ചാക്കോ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്.